ഹലോ ഗൈസ്, അങ്ങനെ ഇതാ അടുത്ത കല്യാണം എത്തി. എത്ര പെട്ടെന്നാ ദിവസം പോകുന്നതെന്ന് നോക്കിയാട്ടെ. ഇപ്രാവശ്യത്തെ കല്യാണം വരുന്നത് കുറച്ച് ദൂരെയാണ്, അങ്ങ് ദൂരെ ആലപ്പുഴയിൽ. കല്യാണം ആലപ്പുഴയിലാണെങ്കിലും ഈ യാത്ര നേരെ കുറ്റിപ്പുറത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആലപ്പുഴ കല്യാണത്തിൽ നിന്നാ കുറ്റിപ്പുറത്ത് പോകുന്നതെന്ന്. അതങ്ങ് ദിക്കിലും ഇതിങ്ങ് ദിക്കിലും ആണല്ലോ. ഇതാണ് നമ്മുടെ മെയിൻ കഴകളിലൊന്ന്. ബാംഗ്ലൂർ പഠിച്ചുകൊണ്ട് എനിക്ക് തോന്നിയ ഏക ഗുണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കുറേ ജില്ലകളിൽ ഇപ്പോൾ ഓരോരോ ഫ്രണ്ട്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഓരോ കല്യാണമോ എന്തെങ്കിലും വരുമ്പോൾ ഇങ്ങനെ ഓരോ ജില്ലകൾ കവർ ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്യാത്തത് കൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മൾ ഇപ്രാവശ്യത്തെ നല്ല സുഖമുള്ള യാത്ര. ഒരു ചെറിയ കാറ്റ് കടത്തിവിടാൻ പോലും വിൻഡോ സീറ്റ് കിട്ടിയ ആൾക്കാർ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വെറ്ററിൻ്റെയോ ഒരു ഹുഡീൻ്റെയോ ഒരാവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു നമ്മൾ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ അവിടെ എത്തിയാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഏതോ ഒരു പൊട്ടൻ പോയിട്ടാ ചങ്ങല വലിച്ചത്. പിന്നെയും വണ്ടി ഡിലേ ആയി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറ്റിപ്പുറത്തെത്തി. അവിടെ നമ്മളെ ചെക്കൻ സഞ്ജയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവൻ നമ്മളെക്കാട്ടും ചെറിയ ചെക്കനാണ്. ഇവനെ കിട്ടിയ കാലം തൊട്ട് പിന്നെ ഇവൻ നമ്മളെ വിട്ടു പോയിട്ടില്ല. ഒരുപാട് പ്രായമുണ്ട്. എനിക്ക് ഭയങ്കര വയസ്സുണ്ടോ പറയാ. ഇവരൊന്നും കല്യാണം കഴിക്കാനായിട്ടില്ല. ഇതാണ് മൊയ്തി. ചങ്ങായിക്ക് മാസം എനിക്ക് വേണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഒത്തില്ല, പോട്ടെ, കാര്യമില്ല. പിന്നെ എല്ലെണ്ണത്തിനെയും ആ ജീപ്പിൽ കുത്തി നിറച്ചിട്ട് നേരെ സഞ്ജയിൻ്റെ വീട്ടിലേക്ക് വരും, ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓട്ടവും ചാട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീടിന് ഏകദേശം തലതിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ത് നല്ല സുന്ദരമായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പിള്ളേരാ അല്ലേ. ഇവിടുന്ന് പിന്നെ നേരെ അജുവിൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഇനി ആടെ കുറച്ച് കലാസൃഷ്ടികളാണ്. ആ ക്യാമറ നിറഞ്ഞു. എല്ലാരും ഭക്ഷണം കഴിക്കില്ല. ഞാൻ അപ്പുറത്ത് പോകുക. എന്തേലും ഒന്ന് കേൾക്കേണ്ട താമസം അപ്പ ചാടിക്കേറി. രാവിലത്തെ ഫുഡ് എന്തായാലും ഗംഭീരമായിരിക്കും. പുട്ടും ബീഫും പപ്പടും കൂട്ടിയൊരു കുട്ടി. ഇവിടുന്ന് തുടങ്ങുന്ന തീറ്റയാണ്. ഇനി അങ്ങോട്ട് തീറ്റയോ തീറ്റയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി ഊക്കി പിന്നെ അച്ഛനും അമ്മേനെയും പോലും വെറുതെ വിടാത്ത രീതിക്ക് ഊക്കലായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞ് അച്ഛനും അമ്മയും വെറുതെ വിടാത്ത രീതിയിൽ വരെ ഊക്കലായിട്ട്. കല്യാണം കൂടണമെങ്കിൽ ഇനിയും കുറേ പോകാനുണ്ടേ. അതുകൊണ്ട് ഇവിടുന്ന് ഫുഡും കഴിച്ച് കുറച്ചേരം വർത്താനം പറഞ്ഞിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി അടുത്ത വീട്ടിലേക്ക്. അടുത്ത നമ്മളെ കലാപരിപാടികൾ ബഷീറിൻ്റെ വീട്ടിലാണ്. കാരണം നമ്മൾ പോകുന്ന ട്രാവലർ ആടെയാണുള്ളത്. ആ വീട്ടിൽ നിന്ന് പിന്നെ എടുക്കാൻ ബാക്കിയൊന്നും വെച്ചിട്ടില്ല. മാങ്ങയും പേരക്കയും എന്തെല്ലോ ബേക്കറി ഐറ്റംസും കത്തിയൊക്കെ എടുത്തിട്ടാണ്. ഗൈസ്, നമ്മളിതാ ഏതോ മഴയറിയാത്ത നാട്ടിലിരിക്കുന്നു. ഇതാണ് റസൽ.
പിടികിട്ടാപ്പള്ളി. ഇതാണ് കിളി, ബ്യൂട്ടി കിളി, ബ്യൂട്ടി കോൺഷ്യസ്. എപ്പോഴും മുടിയിലും ചുണ്ടിലും ആണ് ചുണ്ടില്. ഇതാണ് അനന്തോ, സബ്ടൈനിന്റെ ഹാർട്ട് ത്രോപ്പ്, ഒരു പെണ്ണിനെ വിടാത്ത കാമവറിയൻ. ഇതാണ് മുബഷീർ, കണ്ണ് കാണില്ല. മുബഷീർ ഫോണിലേക്ക് നോക്കൂ, ഹായ് പറയൂ. അതാണ് യദു, ദ ബെസ്റ്റ് റേഡിയോഗ്രാഫർ ഇൻ ദ വേൾഡ്. ഇതാണ് പവി, ഒന്നും പറയാനില്ല. നമ്മള് വൈകിട്ടിരിക്കുന്നു ഗൈസ്. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത് മനസ്സിലായില്ല. തൃശ്ശൂര് ആലപ്പുഴക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ കല്യാണത്തിന് നമുക്ക് പോകാൻ പറ്റുമെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. എങ്ങോട്ടാ പോകുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് വണ്ടി. സൈനിങ് ഓഫ് കഴിഞ്ഞൊരു 5-6 മണിക്കൂറിൻ്റെ ഉള്ളിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. കല്യാണം കൂടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു ഗൈസ്. നമ്മൾ കല്യാണ തലേന്ന് കൂടില്ല. ബിക്കോസ് വണ്ടി നിന്ന് പോയാച്ച്. പേരറിഞ്ഞൂടാത്ത ഏതോ ഒരു സ്ഥലത്ത് ഒരു 2-2.5 മണിക്കൂർ നമുക്ക് ചിലവഴിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്താ ബഷീറേ, അതിനൊക്കെ അടിയിലെ ആളൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടിയെല്ലാം റെഡിയാക്കിയെടുത്ത് ഏകദേശം 1:30-2 മണി നട്ടപ്പാതിലൊക്കെ നമുക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. ചെക്കൻ എന്നേക്കാളും ഹൈറ്റുള്ളതുകൊണ്ടാണ് ചെക്കൻ ഈ വീഡിയോയിൽ നിങ്ങൾ മുഖം കാണാത്തത്. എൻ്റെ ഹൈറ്റിന് കുറച്ച് പരിമിതികളുണ്ടേ. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ 2-3 റൂമെല്ലാം നമുക്ക് വേണ്ടി സെറ്റാക്കി വെച്ച നല്ല മനസ്സിനുടമയായ റിംഷാദാണ് നമ്മളെ കല്യാണ ചെക്കൻ. അത്രയും ലേറ്റായിട്ട് എത്തിയിട്ടും നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബീഫും പൊറോട്ടയും. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കല്യാണത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണെന്ന്. ഇനി അങ്ങോട്ടൊരു കല്യാണം മേളമാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യും. ബൈ.